സ്റ്റീഫന്റെ ബിന്ദു. മതം പൊതുവിൽ അടിസ്ഥാനമാക്കുന്ന ആരാണ്? ഡോക്കിൻസ് ഈ പാപബോധത്തെക്കുറിച്ചും ശിക്ഷകളെക്കുറിച്ചും അവസാനത്തെ അധ്യായങ്ങളിൽ ഗോഡ് ഡെലൂഷനിൽ സംസാരിക്കുന്നുണ്ട്. They are always talking about, especially Semitic religion, they are talking about a psycho God, an ultimate psycho. What he says, നിങ്ങൾക്ക് നല്ല കാലം വരുന്നതും മോശം കാലം വരുന്നതും ദൈവത്തിൻ്റെ പരീക്ഷണമാണ് എന്നാണ് പറയുക. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ പരീക്ഷിക്കാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. പരീക്ഷണത്തിൽ നിങ്ങൾ ജയിക്കുമോ തോൽക്കുമോ എന്നെനിക്കറിയാം. അതെനിക്കറിയാം. കാര്യം ഞാൻ ഒമിനിപൊട്ടൻ്റ് ആണ്, ഒമിനീഷ്യൻ്റ് ആണ്, ഓൾ നോയിങ് ആണ്, ഓൾ പവർഫുൾ ആണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ പരീക്ഷണത്തിൽ വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളത്. അറിയില്ല എന്ന് കരുതരുത്. എന്നാലും ഞാൻ പരീക്ഷിക്കും. കാരണം അതൊരു ശീലമായിപ്പോയി. നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ട എന്നൊക്കെ തീരുമാനിച്ചത് ഞാൻ തന്നെയാണ്, അല്ലേ? ഇപ്പൊ ഇസ്ലാമോഫോബിയെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയും, എന്തോടെ നിനക്ക് ഊൾഫോഫോബിയ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഖുറാനിലെ വരികൾ എടുത്ത് കാണിക്കും. എന്താണ്? ഞാൻ അവിശ്വാസികളുടെ ഹൃദയത്തിൽ ഭയം വിതയ്ക്കും. അതായത് നമ്മളുടെ മറ്റു മനുഷ്യരുടെ മനസ്സിൽ ഭയം വിതയ്ക്കുന്നത് ഈ സ്കൈഡാഡിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വിചാരിച്ച ഒരു കാര്യം നടക്കാതിരിക്കുമോ? അതായത് ഖുറാന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അസംഷൻ എതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്ന ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഖുറാൻ ശരിയാണെങ്കിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാവും, അല്ലെ ഖുറാൻ തെറ്റാണ് നിങ്ങൾ സമ്മതിക്കണം. നിങ്ങൾ ഇസ്ലാമോഫോബിയെ എതിർക്കുന്ന ആളുകളാണ്, അല്ലെ ഇസ്ലാമോഫോബിയെ കുറിച്ച് നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലാന്നെങ്കിൽ പറയണം ഖുറാൻ തെറ്റാണ്. കാര്യം ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് അള്ളാഹു ആണ് ഫേക്ക് ഐ ഡി. ആ ഫേക്ക് ഐ ഡിയെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഭയം വിതയ്ക്കുമെന്നാണ്. ഇപ്പൊ എന്താണ് ഒരു തീരുമാനം ഇതിനകത്ത് വേണം. ഇസ്ലാമോഫോബിയ ഉണ്ടോ ഇല്ലയോ? ഖുറാൻ ശരിയാണോങ്കിൽ അതുണ്ടെന്ന് സമ്മതിക്കണം. ഞാൻ പരീക്ഷിക്കാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. പരീക്ഷണത്തിൽ നിങ്ങൾ ജയിക്കുമോ തോൽക്കുമോ എന്നെനിക്കറിയാം. എന്നാലും ഞാൻ പരീക്ഷിക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ട എന്നൊക്കെ തീരുമാനിച്ചത് ഞാനാണ്. എന്നാൽ നിങ്ങൾ തെറ്റ് ചെയ്താൽ ഞാൻ ശിക്ഷിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ തെറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ അറിയാതൊരു മുടിനാരിഴ പോലും കൊഴിയുന്നില്ല, ഒരു ഇല പോലും അനങ്ങുന്നില്ല, ഒരു ബാക്ടീരിയ പോലും ചിരിക്കുന്നില്ല എന്നൊക്കെയാണല്ലോ വരികൾ. അപ്പോ നിങ്ങൾ തെറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, പക്ഷെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും. എങ്ങനെയുണ്ട്? നിങ്ങൾ തെറ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചത് ഞാൻ തന്നെയാണ്. ഇതെന്താണ് അവസ്ഥ? ഇതാണ് അൾട്ടിമേറ്റ് സൈക്കോയാണ്. ഇതാണ് മതം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പത്തിന്റെ ഒരു പ്രത്യേകത.